നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമില്ല, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഓയിൽസ് റിഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു റിഫൈനറി പ്രോസസ്സും അതുപോലെ തന്നെ ഇത് പ്രോസസ്സിങ്ങിലേക്ക് എത്തിക്കുന്നതും കൂടാണ്ട് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനും ഇതിന്റെയൊക്കെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ പേരാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ഫ്യൂവൽ സ്റ്റേഷൻസ് അതുപോലെ തന്നെ ഷിപ്സ് അതുപോലെ എയറോപ്ലെയിൻസ് തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും ഈ ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ സാന്നിധ്യമുണ്ട്. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലോകത്തിലുള്ള ഇത്രയും അധികം പ്രോസസ്സ് റൺ ആവുള്ളൂ. സോ ഈ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രൊഫഷണൽസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിരിക്കണം. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ പഠിക്കാനുണ്ട്, ഇലക്ട്രിക്കൽ പഠിക്കാനുണ്ട്, കൂടാണ്ട് ഇതിന് മൈനിങ്ങിനെ പറ്റി പഠിക്കാനുണ്ട്. സോ വളരെ പാക്ഡ് ആയിട്ട് വരുന്ന മറ്റ് കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ പാക്ഡ് ആയിട്ട് വരുന്ന, അതായത് പല സ്ട്രീമുകളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ ഓയിലിന്റെ പ്രോസസ്സിങ്ങിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയും. അതായത് ജിയോളജിക്കൽ സർവേസ് നടത്തിയിട്ട് ഒരു സ്ഥലത്ത് ഓയിലിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഡ്രില്ലിങ് യൂസ് ചെയ്തിട്ട് ആ ഓയിൽ എക്സ്കവേഷൻ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം ഇത് റിഫൈനറിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ക്രൂഡ് ഓയിലിൽ നിന്നും ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള പെട്രോളിയം പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഡീസൽ, കെറോസിൻ തുടങ്ങിയിട്ടുള്ള ഓരോ ബൈ പ്രൊഡക്ട്സും ചെയ്യുന്നത്. സോ ഈ ബൈ പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ടേഷൻ വരും, ഇതിന് പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ എക്സ്പ്ലോറേഷൻ തുടങ്ങി ഇതിന്റെ ഫൈനൽ ട്രാൻസ്പോർട്ടേഷൻ വരെയുള്ള മേഖലകളിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയേഴ്സിന്റെ ഒരു ജോബ് വരുന്നത്. സോ ഇത്രത്തോളം വലിയൊരു പ്രോസസ്സ്, അതായത് ലോകത്തിനെ ഇന്ന് നിലനിർത്തുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം പല രാജ്യങ്ങളുടെയും വേൾഡ് മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി തന്നെയാണ് പല രാജ്യങ്ങളും നിലനിൽക്കുന്നത്. സോ ഈ ലോകത്തിനെ നിലനിർത്തുന്ന ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ജോബ് പ്രോസസ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ജോലി സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഓയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ വരെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയേഴ്സിന്റെ ജോബ് ഉണ്ടെന്ന്. സോ വേൾഡ് വൈഡ് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ ഹൈലി പെയ്ഡ് ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി കൂടെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് അത്രത്തോളം എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലത്ത് പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമായിരിക്കും കിട്ടുന്നത്. സോ ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഓയിൽ സോഴ്സ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഉള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു എക്സ്പോഷർ കിട്ടും. ആ ഒരു ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നിങ്ങൾ എഫിഷ്യൻ്റ് ആവുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജോബും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. സോ നിങ്ങൾ ആ ഓയിൽ റിലേറ്റഡ് ആയിട്ട്, അതായത് ഓയിൽ റിഫൈനറീസും അതുപോലെ തന്നെ ഓയിൽ റിഗിങ്ങും എക്സ്പ്ലോറേഷനും ഉള്ള കൺട്രീസ് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കൺട്രീസ് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 4 years എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. സോ ഈ ഒരു 4 years എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിന് ശേഷം മികച്ച യൂണിവേഴ്സിറ്റീസും ഇന്റേൺഷിപ്പ് ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ജോബ് കോഴ്സ് കഴിയുമ്പോൾ തന്നെ ജോബിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നതും ഏറ്റവും ഹൈ പെയ്ഡ് ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി കൂടെയാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സാലറി കിട്ടും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത ഉള്ള ഒരു പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞു. ഇതിന് നെഗറ്റീവ് ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ്, അതല്ലെങ്കിൽ നമ്മൾ ജോബിന് കയറി കഴിയുമ്പോൾ നമുക്ക് ജോബ് വരുന്നത് എപ്പോഴും ഒരു റൂറൽ ഏരിയയിലായിരിക്കും നമുക്ക് ഈ ജോബും കാര്യങ്ങളും വരുന്നത്. സോ കുറച്ചുകൂടെ ഹെറ്റിക് ആയിട്ടുള്ള ജോബായിരിക്കും, കുറച്ചുകൂടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോബായിരിക്കും, പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബായിരിക്കും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലുള്ള ജോബ് എന്ന് പറയുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഹൈ പെയ്ഡ് സാലറീഡ് ആയിട്ടും നല്ലൊരു പാക്കേജിലൊക്കെ നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഈ കോഴ്സ് ഏതൊക്കെ രാജ്യത്താണ് പ്രൊവൈഡ് ചെയ്യുന്നതും, ഏതൊക്കെ രാജ്യത്ത് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും, ഏതൊക്കെ രാജ്യത്ത് എത്ര ഫീസിൽ പഠിക്കാൻ പറ്റുന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.